ഹലോ, രാവിലെ തന്നെ ഓഫീസിലേക്ക് പോകാനുള്ള ചില കാഴ്ചയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ രാവിലെ നടന്ന് ബസ് സ്റ്റോപ്പിലേക്ക് പോകാനുള്ള തത്രപ്പാടിലാണ് ഞാൻ. പതുക്കെ നടന്ന് റോഡ് സൈഡിലൂടെ നടന്ന് നമ്മുടെ തിരുവനന്തപുരത്ത് പാളയത്താണ് നമ്മുടെ ബസ് സ്റ്റോപ്പ് വരുന്നത്. വട്ടിയൂർക്കാവിലോട്ട് പോകാനുള്ള ബസ് സ്റ്റോപ്പിലാണ് ഞാൻ പോയി നിന്നത്. അപ്പം എനിക്ക് മുമ്പ് ആദ്യമേ 2 ബസ്സുകൾ പോയപ്പോൾ 6:45 നേരത്തെ ഓഫീസിലെത്തുമെന്ന് കരുതി ഞാൻ ആ ബസ്സിലൊന്നും കയറിയില്ല. അത് കഴിഞ്ഞ് വന്നപ്പോൾ അപ്പോൾ അത് പെട്ടെന്ന് ഞങ്ങളുടെ ഓഫീസിനടുത്തെത്തി. അപ്പോൾ ഓഫീസിലേക്ക് എത്തിയപ്പോഴത്തേക്കാണ് ഞാനാണ് അവിടെ ആദ്യം ചെന്ന് സ്റ്റാഫ് എന്ന് മനസ്സിലാക്കിയത്. അങ്ങനെ ചെന്നപ്പോഴത്തേക്കും ആദ്യം ആരാണോ വരുന്നത് അവരായിരിക്കണം അവിടെ ഓപ്പൺ ചെയ്യാനുള്ളത്. അത് നമ്മുടെ റൂമിൽ പോയിട്ട് കീ എടുത്തുകൊണ്ട് വന്ന് നമ്മുടെ ഈ ഓപ്പൺ ചെയ്തിട്ട് ഈ ഷട്ടർ അപ്പോൾ അത് കഴിഞ്ഞ് നേരെ എല്ലാം നീളമായിട്ടുള്ള ഒരവസ്ഥയാണ്, ആരുമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ നേരെ നമ്മുടെ വർക്കിംഗ് റൂമിലേക്കാണ് പോയത്. വർക്കിംഗ് റൂമിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും നമ്മൾ ആദ്യം പഞ്ച് ചെയ്യേണ്ടതുണ്ട്. അപ്പം പഞ്ച് ചെയ്യുന്നതിന് മുന്നേ ആ ഒരു കീ എടുത്തുകൊണ്ട് വന്ന് നമ്മൾ ആ മേശപ്പുറത്ത് വെക്കണമായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഡയറക്റ്റ് പോയിട്ട് പഞ്ച് ചെയ്തപ്പോൾ ചേച്ചി താങ്ക്സ് പറഞ്ഞു. അതിനുശേഷം ഞാൻ അവിടെ കണ്ട ഒരു സിസ്റ്റത്തിൽ കയറിയിരുന്ന് വർക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പോഴത്തേക്കാണ് മനസ്സിലാക്കിയത് ആ സിസ്റ്റം വളരെയധികം ഹാങ് ആണെന്ന്. ഉടനടി എന്നെ അടുത്ത സിസ്റ്റത്തിലേക്ക് പോയി അവിടെ ഇരുന്ന് കുറച്ച് നേരം ഇരുന്നു. അത് കഴിഞ്ഞ് ന്യൂസെല്ലാം കഴിഞ്ഞപ്പോൾ ഞാനവിടെ കുറച്ച് ഉള്ള സമയത്ത് കുറച്ചൊരു വീഡിയോ ഒക്കെ എടുത്ത്, ആരും കാണാതെയാണ് വീഡിയോ ഒക്കെ എടുത്തത്. അത് കഴിഞ്ഞിട്ട് രജിസ്റ്ററിൽ സൈൻ ചെയ്യേണ്ടതുണ്ടായിരുന്നു. സൈനൊക്കെ ചെയ്ത് വീണ്ടും പഞ്ചൊക്കെ ചെയ്ത് ഞാൻ തിരികെ ഇറങ്ങിപ്പോകുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. ഇറങ്ങിപ്പോയി ഗ്ലാസ്സിനോടൊക്കെ ടാറ്റ പറഞ്ഞതിന് ശേഷം വീണ്ടും തിരികെ പാളയത്തേക്ക് വരാൻ വേണ്ടിയിട്ട് ഞാൻ ബസ് കാത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ ഒരുപാട് സ്റ്റെപ്പുള്ളതുകൊണ്ട് പതുക്കെ ഇറങ്ങാമെന്നൊക്കെ വിചാരിച്ച് അങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങിപ്പോയി. ചായ കുടിക്കാമെന്നൊക്കെ വിചാരിച്ചപ്പോഴത്തേക്കും കയ്യിൽ പൈസ ഇല്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം മനസ്സിലാക്കി. അങ്ങനെ ഞാൻ എന്താ ചെയ്യാൻ നമ്മുടെ ആ ഒരു ബസ് സ്റ്റോപ്പിലേക്ക് ഒരു തമ്പൊക്കെ വെച്ച് ബസ് സ്റ്റോപ്പിലേക്ക് ഇറങ്ങിപ്പോവുകയാണ്. അപ്പം ബസ് സ്റ്റോപ്പിലേക്ക് ചെന്നപ്പോൾ കുറച്ച് സമയം അവിടെ നിന്നിട്ട് എനിക്ക് എന്തോ ഒരു നടക്കാനുള്ള ഒരു ആഗ്രഹം തോന്നി. അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്ന് എൻ്റെ കൂടെ വന്ന് ചേച്ചിയെ വെയിറ്റ് ചെയ്ത് കുറച്ച് സമയം അവിടെ നിന്നതിന് ശേഷം ഞാൻ ഒരു ജംഗ്ഷനിലേക്ക് പതിയെ നടന്ന് പിന്നെ അവിടെ ചെന്ന് വായി നോക്കി. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബായ്.